ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി എൻ്റെ യേശു നല്ലവനെന്ന് പറയുവാൻ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യവും കൃപയും തന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. 2000 കൊല്ലമായി ഒരിക്കലും മാറാതെ അത് അതേപടി നിൽക്കുന്നതായ ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവവചനമാണ്. ഈ 2000 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ടെക്നോളജി ഒരുപാട് വളർന്നു, അനേക കാര്യങ്ങൾ വളർന്നു, എന്നാൽ മാറാത്തത് ദൈവവചനമാണ്. ദൈവം വിശുദ്ധിയിൽ മനുഷ്യനെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയും അവൻ്റെ ക്രൂശ് മരണവും അവൻ്റെ ഉയർപ്പും വിശ്വസിക്കുകയും കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനം ഒരുക്കിയിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് കാണുന്നത്, ഇന്ന് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെയാണ് നാം കാണുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായി ഇരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടം നമ്മളോട് വിളിച്ചു പറയുന്നതാണ്. മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സ് പുതുക്കി കർത്താവായ യേശുക്രിസ്തു തരുന്നതായ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയോ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയോ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നാണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല, ആർക്കും അത് പറയുവാനും സാധിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നാവുകൊണ്ട് തന്നെ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറയുന്നതായ ചില കാര്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. കർത്താവായ യേശുക്രിസ്തു അവൻ്റെ തിരുവായ് മൊഴിഞ്ഞ് അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച്, ഇന്നത്തെ സാഹചര്യത്തിന് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ വചനം നമുക്കുള്ളതാണ്. അനേക കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം ഭ്രമിച്ചു പോകാറുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്, അത് സംഭവിക്കേണ്ടത് തന്നെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അനേക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭ്രമിക്കാറുണ്ട്, നാം ചഞ്ചലപ്പെടാറുണ്ട്. കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവിനറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ മനുഷ്യർക്ക് ആവലാതിയാണ്. തങ്ങൾ പാർക്കുന്ന ദേശത്താണ് ആ യുദ്ധം നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഉള്ളതെല്ലാം വിട്ട് നഷ്ടമാക്കി ഓടിപ്പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ തങ്ങൾക്ക് ജീവാപായം തന്നെ സംഭവിച്ചേക്കാം, എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ള ചിന്താഗതികൾ ആളുകൾക്ക് വരുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് 2 കാര്യങ്ങൾ പറഞ്ഞത്. 1, നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. 2, നിങ്ങൾ ചഞ്ചലപ്പെടരുത്. നമുക്കെപ്പോഴാണ് ഈ ഭ്രമവും ചാഞ്ചല്യവും എല്ലാം വരുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവന് അപായം വരുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും നാം ചഞ്ചലപ്പെട്ടു പോകുന്നത്. നാം സുരക്ഷിതമെന്ന് കരുതിയതായ സ്ഥലങ്ങൾ, നാം സുരക്ഷിതമെന്ന് കരുതിയതായ ദേശങ്ങൾ, അതൊന്നും സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നാം പലപ്പോഴും ചഞ്ചലപ്പെടാനും ഭ്രമിക്കാനും തുടങ്ങും. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത്? ഈ ലോകത്തിൽ സുരക്ഷിതമെന്ന് പറയാവുന്നതായ ഒരു സ്ഥലം പോലുമില്ല. ഈ ഭൂമിയിൽ, ദൈവം സൃഷ്ടിച്ചതായ ഈ ഭൂമിയിൽ നമുക്ക് ജീവാപായം വരില്ല, അല്ലെങ്കിൽ നമുക്ക് കേട് വരില്ല, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് പറയാൻ പറ്റുന്നതായ ഒരു ദേശവുമില്ല, ഒരു രാജ്യവുമില്ല. എന്നാൽ നമുക്ക് പരിപൂർണമായ സുരക്ഷിതത്വം തരുന്ന, നമുക്ക് പരിപൂർണമായ സംരക്ഷണം തരുന്ന
നമ്മളെ ഒരു കേടും വരാതെ സൂക്ഷിക്കുന്നതായ ഒരു സ്ഥലമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചങ്കിനുള്ളിലാണ്. അവിടെ നമുക്കൊരു കേടും വരികയില്ല, അവിടെ നമുക്കൊരു തകർച്ചയും വരികയില്ല. അവിടെ അല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നാം ഭ്രമിച്ചു പോകാം, നാം ചഞ്ചലപ്പെട്ടു പോകാം. അതുകൊണ്ട് കർത്താവ് പറയുന്ന ചില പോയിന്റുകൾ എടുത്ത് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നു, നിങ്ങൾ എന്തെല്ലാം കേട്ടാലും നിങ്ങൾ ഒരു കാരണവശാലും ഭ്രമിച്ചു പോകരുത്, നിങ്ങൾ ചഞ്ചലിച്ചു പോകരുത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ ഭ്രമവും ചാഞ്ചല്യവും വന്നു കഴിയുമ്പോൾ കർത്താവ് മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാര്യം നിങ്ങൾക്ക് ചാഞ്ചല്യം വരുമ്പോൾ, നമുക്ക് ഭ്രമം വരുമ്പോൾ, നമുക്ക് പേടി വരുമ്പോൾ, നമുക്ക് ഭയപ്പാട് വരുമ്പോൾ സംഭവിക്കുന്നത് നാം തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് തെറ്റിക്കുന്നത്? ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല കർത്താവ് പറഞ്ഞത്, പലരെയും തെറ്റിക്കും എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. നമുക്ക് അതെങ്ങനെയാണ് തെറ്റിക്കുന്നത്? നമുക്ക് തോന്നും, ഞാൻ സമർപ്പണമെടുത്ത വ്യക്തിയല്ലേ, ഞാൻ എൻ്റെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിനെ സമർപ്പിച്ചതല്ലേ. എന്നാൽ പലപ്പോഴും ചാഞ്ചല്യം വരുമ്പോൾ, പേടി വരുമ്പോൾ, ഭയപ്പാടുകൾ വരുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. കാര്യം ആ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടുവാനായി നാം പലപ്പോഴും പല കാര്യങ്ങളിലേക്കും തിരിയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു ക്രിസ്തുഭക്തൻ എന്നും ഭയപ്പാടില്ലാതെ, ചാഞ്ചല്യമില്ലാതെ, എന്നെ ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള സംരക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അതിൻ്റെ മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കർത്താവ് ആദ്യം പറഞ്ഞു, മർക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അതുതന്നെ കർത്താവ് പറയുന്നുണ്ട്, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഈ അവസാന കാലഘട്ടത്തിൽ നാം നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രോസ്പെരിറ്റി ഗോസ്പലിന് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അഭിവൃദ്ധിയുടെ സുവിശേഷം. നിങ്ങൾക്ക് അനേക സ്വത്ത് കിട്ടും, നിങ്ങൾക്ക് അനേക ധനം കിട്ടും, പണം കിട്ടും, നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങളുടെ രോഗം സൗഖ്യമാകും, നിങ്ങൾ ഐശ്വര്യമായി ഈ ഭൂമിയിൽ ജീവിക്കും, ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണെന്നുള്ള വാക്കുകളൊന്നും പറയുകയില്ല. എന്നാൽ ഈ ഭൂമിയിൽ ഐശ്വര്യമായി സന്തോഷത്തോടെ അനേക പണം സമ്പാദിച്ച് നല്ല കാര്യങ്ങളെല്ലാം സംഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കും. അങ്ങനെയുള്ള പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ കാലഘട്ടമാണ്. അത് കള്ളപ്രവാചകന്മാരാണ് അതെല്ലാം ചെയ്യുന്നതായിട്ട് കാണുന്നത്. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങളിൽ കർത്താവ് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്, അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെ എന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. പലപ്പോഴും തീർത്ഥാടനത്തിൽ നിന്നെല്ലാം പോകുന്നതായ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ആരെങ്കിലും പാപത്തിൻ്റെ ജയത്തിന് വേണ്ടി തീർത്ഥാടനം ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എനിക്ക് ഇന്നതായ കുറവുണ്ട്, എനിക്ക് ഈ പാപത്തിൽ നിന്ന് ജയം കിട്ടണം, ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടണം, എനിക്ക് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതണം, എൻ്റെ പേര് വന്നില്ലെങ്കിൽ ഞാൻ നിത്യനരകത്തിന് യോഗ്യനായി പോകും എന്ന് പറഞ്ഞ് ആരെങ്കിലും തീർത്ഥാടനം ചെയ്യാറുണ്ടോ? എന്നാൽ ഇവിടെ കാണുന്നത് എന്താണ്? അതിൻ്റെ 21, 22 വാക്യങ്ങൾ പറയുന്നത്, ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെ എന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നമ്മൾ ആരും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ പോകേണ്ടതായ കാര്യമില്ല. കാര്യം ഇനിയൊരു അടയാളവും ഒരു അത്ഭുതവും ശേഷിച്ചിട്ടില്ല. കർത്താവായ ക്രിസ്തു എല്ലാം നിവൃത്തിയാക്കിയിട്ടാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയത്. ഇനി നാം പിൻപറ്റേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. മറ്റെന്തിനെങ്കിലും പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ നാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, നാം ചഞ്ചലിച്ചു പോകാൻ സാധ്യതയുണ്ട്.
വേറൊരു അപകടം ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഈ പറഞ്ഞതായ പൗലോസ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചിലർ അസൂയ കൊണ്ടാണ് പ്രസംഗിക്കുന്നത്, ചിലർ ഇഷ്ടക്കുറവ് കൊണ്ടാണ് പ്രസംഗിക്കുന്നത്, മത്സരം കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. എങ്ങനെ പ്രസംഗിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഏത് രീതിയിലെങ്കിലും പ്രസംഗിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്നാൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വളരെ വേദനയോട് പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് വളരെ സത്യമാണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. നാം പലപ്പോഴും യൂട്യൂബിലും അല്ലെങ്കിലുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം കയറി പല പ്രസംഗങ്ങളും കേൾക്കും. എന്നിട്ട് നമ്മൾ പറയുന്നത് പലപ്പോഴും ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്, ഇതൊന്നും കേട്ടാൽ കുഴപ്പമില്ല എന്നാണ് പലപ്പോഴും നാം പറയുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ സുവിശേഷവും ഗുഡ് ന്യൂസ് അല്ല. ഞാൻ അതിൻ്റെ ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യു ആർ ഫോളോയിങ് എ ഡിഫറെൻറ്റ് വേ ദാറ്റ് പ്രിറ്റൻസ് ടു ബി ദി ഗുഡ് ന്യൂസ്. മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവരെ ചാഞ്ചല്യപ്പെടുത്തുവാൻ തക്കവണ്ണം മറിച്ച് പലതും പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മുടെ കൂട്ടായ്മയിൽ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ഉത്തമമായ വചനം നമുക്ക് തരുന്നു. നമുക്ക് സത്യവചനം തന്നിരിക്കുമ്പോൾ മറ്റു വചനങ്ങളിലേക്ക് പോകേണ്ടതായ കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഏത് വചനമാണ് സത്യം? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഏത് വചനം കേട്ടാലും നിനക്ക് പാപബോധം കിട്ടുന്നുണ്ടോ? ഈ പാപത്തിന് പരിഹാരകനായി ക്രിസ്തു ക്രൂശിൽ മരിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം കിട്ടി എന്നുള്ളൊരു നീതിയെക്കുറിച്ചുള്ള ബോധം കിട്ടുന്നുണ്ടോ? ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം കിട്ടുന്നുണ്ടോ? ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട് എന്നുള്ള ബോധം കിട്ടുന്നുണ്ടോ? ആ വചനങ്ങളെല്ലാം സത്യവചനമാണ്. നിനക്ക് പാപത്തെക്കുറിച്ച്, ഒന്നാമത് നിനക്ക് പാപത്തെക്കുറിച്ചാണ് ബോധ്യം തരേണ്ടത്. പാപത്തെക്കുറിച്ച് ബോധം തരാത്തതായ ഒരു വചനങ്ങളും, നിങ്ങളെ ചിരിപ്പിക്കുന്നതായ, നിങ്ങളെ ചിന്തിപ്പിക്കുന്നതായ, അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കുന്നതായ ഒരു വചനവും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല. എന്നാൽ കേൾക്കുന്ന വചനം അത് പാപത്തെക്കുറിച്ചും അതിന് പരിഹാരമുണ്ട് എന്ന് പറയുന്നതായ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വചനം കേൾക്കാനായിട്ട് സാധിക്കും. കൃപയാൽ കർത്താവായ യേശു ക്രിസ്തു മനസ്സലിഞ്ഞ് നമുക്ക് ഒരു കൂട്ടായ്മ തന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, ഞാൻ മാനസാന്തരം ആഗ്രഹിക്കാതിരുന്ന കാലഘട്ടത്തിൽ, ഞാൻ എന്നെക്കുറിച്ച് തന്നെ എല്ലാം ഓൾറൈറ്റ് ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നിരുന്ന കാലത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കൃപയാൽ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന, ഞാൻ ചെയ്യാത്ത പാപങ്ങളെല്ലാം ഞാൻ ചെയ്യാത്തതുകൊണ്ട്, പല പാപങ്ങളും കർത്താവ് അതുവരെയും ഞാൻ ചെയ്യാതെ വണ്ണം തടുത്തു. അതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ കരുതിയത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടും എൻ്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടുമാണ് ചില പാപങ്ങളൊന്നും ഞാൻ ചെയ്യാതിരുന്നതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല, എനിക്കൊരു രൂപാന്തരത്തിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിച്ച് നടന്നിരുന്ന കാലത്താണ് എനിക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ആ കർത്താവിൻ്റെ വചനം എന്നെ കയറി പിടിക്കുവാനും മാനസാന്തരപ്പെടുവാൻ ഒരു സാധ്യതയുമില്ലാത്ത, തലമുറകളായി ഒരാൾ പോലും മാനസാന്തരപ്പെടാത്ത, നിത്യശാപത്തിൻ കീഴിലായിരുന്ന, നിത്യനരകത്തിലേക്ക് കുടുംബമായി ഓടിക്കൊണ്ടിരുന്ന എന്നെ കർത്താവ് ഒരു തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി പോലെ അവൻ വലിച്ചെടുക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ തിരുസന്നിധിയിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുവാനുള്ളൊരു മഹാഭാഗ്യം കർത്താവ് എനിക്ക് ചെയ്തു തന്നത് എന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ. സമാധാനത്തോടെ ആയിരിക്കാൻ, സന്തോഷത്തോടെ ആയിരിക്കാൻ, ഐശ്വര്യത്തോടെ ആയിരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തരുന്നു. ഒരു കാര്യം കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും ഞാൻ ഉൾപ്പെടെ ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവവചനം കേൾക്കും, ദൈവവചനം വായിക്കും,
അതുപോലെ തന്നെ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തും. ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന എന്തിനാണ്? അവൻ ഒരേ ഒരു ലക്ഷ്യം മാത്രം, എപ്പോൾ മരിച്ചാലും നിത്യ സ്വർഗത്തിൽ പോകണം. മറ്റ് ഒരു കാരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന പണമുണ്ടാക്കാനല്ല, ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന എന്തെങ്കിലും വീട് വെക്കാനോ സ്വത്തുക്കൾ ഉണ്ടാക്കാനോ ബിസിനസ് വലുതാക്കാനോ ഒന്നിനുമല്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എപ്പോൾ മരിച്ചാലും അല്ല മരണത്തിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നാൽ നിത്യ സ്വർഗത്തിലെത്തണം, അതല്ലാതെ മറ്റൊന്നുമില്ല. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ആരെല്ലാമാണ് പകയ്ക്കുന്നതെന്ന് വളരെ വേദനയോടെ മാത്രമേ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കൂ. കർത്താവ് പറഞ്ഞപ്പോൾ എല്ലാവരും നിങ്ങളെ പകയ്ക്കുമെന്ന് പറയുമ്പോൾ അത് വചനത്തിന് ശത്രുക്കളായിട്ടുള്ളവരാണ് എന്നായിരിക്കും പലപ്പോഴും നാം ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അതെ, സകല ജാതികളും നിങ്ങളെ പകയ്ക്കുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നത്. നിങ്ങളെ എല്ലാവരും പകയ്ക്കുമെന്ന് പറയുമ്പോൾ സകല ജാതികളും പകയ്ക്കും എന്ന് പറയുന്നു. എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. നമ്മുടെ കൂട്ടത്തിലുള്ളവർ, നമ്മളോടൊപ്പം നടന്നവർ, നമ്മളോടൊപ്പം ദേവാലയത്തിൽ നമ്മളോടൊപ്പം ശുശ്രൂഷകളിൽ പങ്കെടുത്തവർ, നമ്മളോടൊപ്പം കൂട്ടായ്മ യോഗങ്ങളിൽ പങ്കെടുത്തവർ പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. എന്നാൽ വീണ്ടും സങ്കടം എന്താണെന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മക്കൾ അമ്മയപ്പന്മാരെയും എഴുന്നേറ്റ് അവരെ കൊല്ലിക്കുമെന്ന്. ആരെല്ലാം പകയ്ക്കും? സഹോദരൻ സഹോദരനെ പകയ്ക്കും. മാനസാന്തരപ്പെടാത്ത സഹോദരൻ മാനസാന്തരപ്പെട്ട സഹോദരനെ പകയ്ക്കും. മാനസാന്തരപ്പെടാത്ത അപ്പൻ മാനസാന്തരപ്പെട്ട മകനെ പകയ്ക്കും. അതുകൊണ്ട് ഈ ലോകം നമ്മളെ പകയ്ക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം എങ്ങനെയുണ്ട് എന്ന് തിരിഞ്ഞു ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി 4-ാമത്തെ കാര്യം, മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 37, 38, 39 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. ഇന്നത്തെ ലോകത്ത് മുഴുവൻ നടക്കുന്ന ഇതാണ്. തിന്നും കുടിച്ചും, തിന്നാനായി എന്തൊരു ഉത്സാഹം, കുടിക്കുവാനായി എന്തൊരു ഉത്സാഹം, വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കാനെല്ലാം എന്തൊരു ഉത്സാഹം. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ അങ്ങനെ തന്നെയായിരിക്കും. ഇന്ന് അനേകർ സുവിശേഷത്തിന് വില കൊടുക്കാതെ അവരെല്ലാം ഇങ്ങനെ നടക്കുന്നു. കർത്താവ് 2ാമത് വരും, രക്ഷിക്കപ്പെട്ടവർ കാത്തിരുന്നവരെല്ലാം ഉയർന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോകും. ഇതൊന്നും അവരറിയുകയില്ല, അവർക്കതൊന്നും ഒരു വിഷയമാകുകയില്ല. വീണ്ടും പറയുന്നുണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 28, 29 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. അവർക്കൊന്നും ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമേ വിഷയമുള്ളൂ, ദൈവകാര്യങ്ങൾ അവർക്ക് ഒട്ടും വിഷയമല്ല. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നാം വ്യാകുലപ്പെടണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് അവിടെ വീട് പണിയാൻ പോയിരിക്കുകയല്ല, അവിടെ നമുക്ക് വേണ്ടി കർത്താവ് വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ വാസസ്ഥലത്ത് സ്ഥലം ഒരുക്കുവാനായിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നു, ഒരു കാരണവശാലും ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നുണ്ട്, നാം സന്തോഷിച്ച് ഉത്സാഹിക്കുക. കാര്യം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ശിഷ്യന്മാരുടെ മധ്യയിൽ നിന്ന് ഉയർന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ്
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം, കർത്താവിനെ നമുക്ക് പിൻപറ്റാം, നിത്യ സ്വർഗത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരു കാരണവശാലും ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എന്തെല്ലാം സംഭവിച്ചാലും, ഞാൻ ഇന്ന് മരിച്ചാലും എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതം തിരുക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇനി എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കണം. ഞാൻ ഈ ലോകത്തിലേക്ക് നോക്കി നടന്ന് എൻ്റെ ജീവിതം അനേക ഭാരങ്ങളും പാപങ്ങളും ചുമന്ന് ഞാനത് വൃഥാവാക്കി കളഞ്ഞു. എൻ്റെ കർത്താവെ, ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എൻ്റെ ജീവിതം പരിപൂർണമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്നൊരു പുതിയ തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ചാഞ്ചല്യങ്ങളും നമ്മുടെ ഭയപ്പാടുകളും എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.